ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബൈക്സിൽ എൻജിൻ ഓയിൽ നിങ്ങൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ വളരെ കുറച്ചേ അതിൻ്റെ ഉള്ളിൽ കാണത്തുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരത്തുള്ളൂ. അതിൻ്റെ കാരണം എൻജിൻ ഓയിൽ എൻജിൻ്റെ അകത്ത് പോയിട്ട് പിസ്റ്റൺ കമ്പഷൻ ചേമ്പറിൽ കയറി ബേൺ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ വണ്ടിയില്ല ഈ കാണുന്ന ഇതിലിപ്പോൾ ഓവറായിട്ട് എൻജിൻ ഓയിൽ നമ്മൾ എത്ര ഒഴിച്ചാലും കത്തി പോവുകയാണ്, വൈറ്റ് സ്മോക്ക് വരും. വൈറ്റ് സ്മോക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓയിൽ ബേണായിട്ട് എക്സോസ്റ്റ് ഫ്യൂംസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് പോവും, വണ്ടിക്ക് മിസ്സിങ് വരും, പിന്നെ ഓയിലില്ലാതെ പിസ്റ്റൺ പോവും, ക്യാം ഷാഫ്റ്റ് പോവും, വാൽവ്സ് പോവും, വാൽവ് ഗൈഡ് പോവും. അങ്ങനെ എൻജിൻ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വണ്ടിയിലും അങ്ങനെ ഒരു ഇഷ്യൂ ആണ്. കാരണം എൻജിൻ ഓയിൽ നമ്മൾ എത്ര ഒഴിച്ചാലും എൻജിനിൽ ഓയിൽ നിൽക്കത്തില്ല. ഒരു 100, 200, 300 കിലോമീറ്റർ ഓടുമ്പം തന്നെ 1/2 ലിറ്റർ 3/4 ലിറ്റർ ഓയിൽ കത്തിത്തീരും. അതിൻ്റെ ഹാഫ് എൻജിൻ നമ്മൾ റീബിൽഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളത് ടൈം ലാപ്സ് മോഡിൽ കാണുക. ഈ ഓയിൽ കത്തുന്ന സ്മോക്ക് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇപ്പം കണ്ടില്ലേ, ഇതാണ് ഓയിൽ ബേൺ ആവുന്ന സ്മോക്ക്, വൈറ്റ് സ്മോക്ക്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് പ്ലഗിൻ്റെ കോലം, അതായത് കമ്പസ്റ്റൻ ചേമ്പറിൽ ഓയിൽ ഇറങ്ങി കത്തുന്ന സൈനാണിത്. നമ്മളെ പ്ലഗ് എപ്പോഴും ഷോർട്ടാവും. കണ്ട പ്ലഗിൻ്റെ കണ്ടീഷൻ കണ്ട, ഇതാ ഓയിൽ കത്തി കാർബൺ ഡെപ്പോസിറ്റ്, ഇങ്ങനെയാണ് പ്ലഗ് ഷോർട്ടാവുന്നത്. അപ്പോൾ പ്ലഗിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ തന്നെ നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ അകത്ത് ഓയിൽ കത്തുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. ഈ കണ്ടീഷനാണ് നിങ്ങളെ പ്ലഗെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കമ്പസ്റ്റൻ ചേമ്പറിൽ ഓയിൽ പോയി പെട്രോളിൻ്റെ മിക്സായി കത്തുകയാണ്. വൈറ്റ് സ്മോക്കും വരുന്നതിന് കാരണം ഇതാണ്.
സോ ഗൈസ് നമ്മൾ ഹെഡ് ഇളക്കിയപ്പം കണ്ട കാഴ്ചയാണ്. പിസ്റ്റനൊക്കെ തേഞ്ഞ് സ്ക്രാച്ചായി, റിങ്സൊക്കെ പോയി. കണ്ട ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പോയി കുറേ പാർട്സ്. കണ്ട ശ്രദ്ധിച്ചോ. പിന്നെ സിലിണ്ടർ വാളൊക്കെ കംപ്ലീറ്റ് സ്ക്രാച്ചാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് പിടിച്ചാണ് ഓടിയത്. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ഓവർ സൈസ് പിസ്റ്റൻ ഇട്ട് ബോർ ചെയ്ത് ഇടുന്നില്ല. കംപ്ലീറ്റ്ലി ന്യൂ OEM സിലിണ്ടർ കിറ്റ് മേടിച്ചിട്ട് വാൽവും ബാക്കി കാര്യങ്ങളൊക്കെ പുതിയതിട്ട് സെറ്റ് ചെയ്യാം. ഗൈസ് ഇതാണ് വാൽവൊക്കെ ലീക്കുണ്ട്. അതുകൊണ്ട് ഈ വാൽവ് കണ്ട പുറത്തോട്ട് തള്ളി നിൽക്കുവാണ്, ഗൈഡിൽ ഇടിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് ലീക്ക് കാണും. പിന്നെ ക്യാം ഷാഫ്റ്റ് സ്റ്റക്കാണ്. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റും വാൽവും ഗൈഡും എല്ലാം മാറേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം പുതിയതിട്ട്. ഇതാണ് പിസ്റ്റൻ്റെ കണ്ടീഷൻ. എങ്ങനെ വൈറ്റ് സ്മോക്ക് വരാതിരിക്കുമല്ലേ. ഇതാണ് ഓയിൽ റിങ്. ഈ ഓയിൽ റിങ് അകത്ത് കംപ്രസ്സായി സീസായി പോയി. അപ്പോൾ അത് കാരണം ഓയിൽ മുകളിൽ കയറി ബേണായിപ്പോയി. പിസ്റ്റൺ ഹീറ്റായി പിസ്റ്റനും കയറി പിടിച്ചു. കണ്ട ഒരു സൈഡ് കംപ്ലീറ്റ് പോയി. പിന്നെ അപ്പുറത്തെ സൈഡ് കണ്ട ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇത് വെച്ചിട്ട് ഇനി കാര്യമില്ല. കണക്റ്റിംഗ് റോഡ് വലിയ പ്ലേ ഇല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്കത് തന്നെ യൂസ് ചെയ്യാം. ഗൈസ് നമ്മൾ ഹെഡും സിലിണ്ടറും എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് ഊരി എടുത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് പിസ്റ്റൻ്റെ കണ്ടീഷൻ. കണ്ട സീസായിട്ട് ഓയിലില്ലാതെ ഓടി സീസായി സിലിണ്ടർ ഹെഡ് പിടിച്ച് ഇതാ കണ്ട സ്ക്രാച്ചായി. ഇവിടെ നിന്നൊരു പീസ് പൊട്ടി അകത്ത് പോയി. അതാ. പിന്നെ റെയിൽ റിങ് ഉണ്ടല്ലോ, അത് പിസ്റ്റനിൽ തന്നെ സീസായിരിക്കുകയാണ്, ഇളവുന്നില്ല. പിന്നെ ടോപ്പ് 1 ടോപ്പ് 2 റിങ്സ് അത് കുഴപ്പമില്ല, അത് ലൂസാണ്. എന്നാലും നമ്മൾ അത്യാവശ്യമുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്ന ഈ റെയിൽ റിങ്ങാണ്. കണ്ട അത് പിസ്റ്റനിൽ തന്നെ സീസായിട്ടിരിക്കുകയാണ് ആ ഉള്ളിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സിലിണ്ടർ കിറ്റ് ഫുള്ളും മൊത്തത്തിൽ അങ്ങ് മാറ്റുന്നതാണ് നല്ലത്. കാരണം സിലിണ്ടർ വോളും സ്ക്രാച്ചായി നല്ല രീതിയിൽ. അതാ ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതാ ഈ ഏരിയ കണ്ടാ ഡീപ്പായിട്ട് സ്ക്രാച്ചായി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പുതിയ കിറ്റ് മേടിച്ചിടും. പിന്നെ ഉള്ളത് വാൽവിൻ്റെയും കണ്ടീഷൻ വളരെ വളരെ മോശമാണ് ഗൈസ്. ഇതാ ഈ വാൽവ് ചെറിയ ബെൻഡും ഉണ്ട്, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. സൈഡിൽ സീസായിട്ട് ബെൻഡായതാണ്. പിന്നെ ഉള്ളത് റോക്കറാമും ക്യാം ഷാഫ്റ്റ്. ഇതിപ്പോൾ ക്യാം ഷാഫ്റ്റാണ്. ക്യാം ഷാഫ്റ്റ് കുഴപ്പമില്ല, ചെറിയൊരു
പ്ലേ ബെയറിങ്ങുണ്ട് എന്നാലും നമുക്കിത് യൂസ് ചെയ്യാം ക്ലീൻ ചെയ്തിട്ട്. പിന്നെ ഇതിൽ വരുന്നത് ബെയറിംഗ് ടൈപ്പ് റോക്കറാം അല്ല, സ്പ്ലെൻഡറിലും പാഷനിലൊക്കെ വരുന്നത് പിൻ ടൈപ്പാണ്. അതുകൊണ്ടോ, അതുകൊണ്ട് ഇത് അധികം കംപ്ലൈൻറ്റ് വരത്തില്ല. വരുന്നെങ്കിൽ ആ ബെയറിംഗ് ടൈപ്പിലേ വരത്തുള്ളൂ സൈഡ് പ്ലേ. അപ്പോൾ ഈ പിൻ ടൈപ്പിൽ അങ്ങനെ വലുതായിട്ട് സൈഡ് പ്ലേ വരത്തില്ല. അപ്പോൾ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും ഇൻടേക്കും എക്സോസ്റ്റും ഓക്കെയാണ്. അപ്പോൾ ഇനി ഹെഡ് നിങ്ങൾ കണ്ടല്ലോ, വാൽവൊക്കെ ഊരിയെടുത്തായിരുന്നു. അത് പുതിയ വാൽവിട്ട് പുതിയ ഗൈഡ് മേടിച്ച് ലേത്തി കൊടുത്ത് ക്ലീൻ ചെയ്ത് മേടിച്ച് നമുക്ക് റീഫിറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ദ പാർട്ട് 1 ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ കാണാം. ഓക്കെ, അപ്പം ബൈ. Thanks for watching guys. Please do subscribe to my channel.